തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നോമ്പ് കാലഘട്ടം. വ്യത്യസ്തമായ രീതികളിലാണ് നമ്മളിൽ പലരും നോമ്പെടുക്കുന്നത് തന്നെ. ചിലരൊക്കെ പറയുന്നു ഇറച്ചിയും മീനും ഒന്നും മാറ്റിവെക്കുന്നതിലല്ല, മറിച്ച് സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനപ്പെട്ടത്. മറ്റു ചിലർ പറയുന്നു അങ്ങനെയല്ല, നമ്മൾ ഇറച്ചിയും മീനും ഒക്കെയാണ് മാറ്റിവെക്കേണ്ടത്, സ്വഭാവം ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നോമ്പിനോട് ബന്ധപ്പെട്ടൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ചിലർ നോമ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം കണ്ടിട്ടില്ലേ, താടിയൊക്കെ നീട്ടാൻ തുടങ്ങും, ആരോടും സംസാരിക്കില്ല, അവരെപ്പോഴും ശാന്തമായിട്ടിരിക്കും. അങ്ങനെയുള്ള ചില സ്വഭാവ ശൈലികൾ. എന്തു പറയേണ്ടു, നോമ്പ് കാലഘട്ടം വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ നടത്തുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബം, നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷം നമ്മളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. നോമ്പ് കാലഘട്ടത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു തിരുവചന ഭാഗം നിങ്ങളോട് ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായമാണ്. 1 Corinthians chapter 13. ഒരുപക്ഷെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർക്കറിയാം 13-ാം അധ്യായം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അധ്യായമാണ്? സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന അധ്യായമാണ്. സ്നേഹം സ്നേഹം സ്നേഹം. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലഘട്ടത്തിൽ ധ്യാനിക്കാൻ പറ്റിയ വചനഭാഗമാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 13-ാം അധ്യായം, ഫസ്റ്റ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 13. ഇത് പറയാനൊരു കാര്യമുണ്ട്. കാരണം നോമ്പിനെ കുറിച്ച് കേട്ടിട്ടുള്ള നിർവചനങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു നിർവചനം എന്ന് പറയുന്നത് നോമ്പ് എന്ന വാക്കിൻ്റെ നിർവചനം. അതായത് നോവും അൻപും രണ്ട് വാക്കുകളാണ്. നോവ് പ്ലസ് അൻപ്, ഈ രണ്ട് വാക്കുകൾ ചേർത്തതാണത്രേ നോമ്പ്. നോവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേദന, സഹനം. അൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. അപ്പോൾ നോവും സ്നേഹവും ചേർന്നതാണ് നോമ്പ്. നോവും സ്നേഹവും ചേർന്നതാണ് നോമ്പ്. ഈ കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നത് സ്നേഹത്തിൽ അല്പം നോവുകൾ ഏറ്റെടുത്ത് വളരാനുള്ള ഒരു വിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നോമ്പ് കാലഘട്ടം നിന്നെ ക്ഷണിക്കുന്നത് സ്നേഹത്തിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇറച്ചി, മുട്ട, മീൻ അങ്ങനെ തുടങ്ങി ഇഷ്ടപ്പെട്ട നിനക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെക്കുന്നത് ഒരു വശത്ത്, ചില ദുശീലങ്ങൾ മാറ്റിവെക്കുന്നത് ഒരു വശത്ത്, അങ്ങനെ തുടങ്ങി ഒത്തിരിയേറെ ചിട്ടവട്ടങ്ങൾ നീ നിയന്ത്രിച്ചൊക്കെ വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ കാര്യം, നീ സ്നേഹത്തിൽ വളരുന്നുണ്ടോ? സ്നേഹത്തിൽ വളരുന്നുണ്ടോ? ഒരുപക്ഷെ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഈ 13-ാം അധ്യായം മുഴുവൻ ചേർത്ത് വെച്ച് എഴുതിയിരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു വചനമുണ്ട്. അത് 14-ാം അധ്യായം 1-ാം വചനമാണ്. 1 Corinthians chapter 14 verse 1. വചനം ഇങ്ങനെയാണ്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കൃത്യം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ട് പൗലോസ് ശ്ലീഹ എന്നോടും നിന്നോടും പറയുകയാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ നമ്മളൊന്നും സ്നേഹം എന്നാൽ എന്ത് എന്നുള്ളത് ഒരു നിർവചനം പോലെ കേട്ടിട്ടുണ്ടോ? പലതരത്തിലുള്ള തത്വചിന്തകരും ദൈവശാസ്ത്രജ്ഞരുമൊക്കെ എന്താണ് സ്നേഹം എന്നുള്ളതിനെക്കുറിച്ച് കൂലങ്കഷമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് സ്നേഹം എന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായൊരു കാര്യം അവരാരും കാണിച്ചു തന്നിട്ടുമില്ല.
സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴെന്താ, എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് കിട്ടുന്തോറും കിട്ടാത്ത ഒന്നിൻ്റെ പേരാണ് ഈ സ്നേഹം, അല്ലേ? കിട്ടുന്തോറും കിട്ടാത്ത ഒന്നിൻ്റെ പേരായി നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന കാരണം. പലപ്പോഴും സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നത് തന്നെ കലഹത്തിലാണ്. ഒരു കുടുംബ കൗൺസിലിംഗ്, ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പോൾ അവരോട് അവരുടെ കുടുംബത്തിൽ സ്നേഹത്തിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നത് എന്താണ്? അച്ഛാ, എന്നെ ഈ മനുഷ്യർ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, ബ്ലാ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഉള്ളിലുള്ള സങ്കടം മുഴുവൻ എന്താ? സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചർച്ച തന്നെ അവസാനിക്കുന്നത് എവിടെയാ? കലഹത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. കലഹത്തിൽ. പലപ്പോഴും സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഇങ്ങനെ കലഹത്തിലും അസ്വസ്ഥതയിലുമാണ് ചെന്ന് അവസാനിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്ത് എന്നുള്ള ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നോവ്, അൻപ്, നൊന്തുകൊണ്ട് വേദനിച്ച് സ്നേഹിക്കാനുള്ള ഒരു തീരുമാനം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ തന്നെ സ്നേഹത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ സ്നേഹം ചിലർക്ക് ഭ്രാന്ത്. അവരങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്ത ഇങ്ങനെയായിരുന്നു. ഒരു പെൺകുട്ടിയോടൊരു ചെറുപ്പക്കാരന് ഭയങ്കര പ്രണയം, സ്നേഹം എന്നാ പറയുന്നത്. പ്രണയം കൂടിക്കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ആ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു വിരൂപയാക്കി. അവളെ കൊല്ലാനല്ല, മറിച്ച് അവളുടെ സൗന്ദര്യം അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റുള്ളവരാരും ആ സൗന്ദര്യം കാണണ്ട. എന്നിട്ട് അതിന് കൊടുക്കുന്ന പേര് പ്രണയം, സ്നേഹമെന്നൊക്കെയാണ്. അപ്പോൾ സ്നേഹം ഒരു ഭ്രാന്തിലാണോ ചെന്ന് അവസാനിക്കുന്നത്? സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു കഥ, പക്ഷെ നിങ്ങളൊക്കെ പല തവണ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ കഥ നല്ലതാണ്. കഥ ഇങ്ങനെയാണ്. ഒരു ഭ്രാന്താശുപത്രി, മെൻ്റൽ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഒരു വ്യക്തി ആ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറിൻ്റെ കൂടെ ഈ വ്യക്തി നടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പലതും ഈ ഹോസ്പിറ്റലിൽ പരിചയപ്പെടാൻ അവിടുത്തെ ആളുകളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയോട് അതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. അങ്ങനെ അവർ ഈ സ്ഥാപനം ഇത്ര വർഷം മുമ്പ് ആരംഭിച്ചു, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുന്നു. അപ്പോൾ ഒരു സെല്ലിനുള്ളിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ പറയുകയാണ്, ഞാനിപ്പോൾ ചാകും. അവൻ ഈ വാക്ക് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ മാനസിക രോഗപീഠയോട് ചേർന്ന് ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെ മെൻ്റൽ സ്ട്രഗിൾ വരുമ്പോഴത്തേക്ക് ചില വാക്കുകളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതൊരു ഡിസോർഡറാണ്. അപ്പോൾ ഈ ഡിസോർഡറുള്ള, ഈ മനസ്സിന് അസ്വസ്ഥതയുള്ള ഈ ചെറുപ്പക്കാരൻ ഈ സെല്ലിനുള്ളിൽ കിടന്നുകൊണ്ട് അവൻ നിലവിളിക്കുകയാണ്, ഞാനിപ്പോൾ ചാകും. അപ്പോൾ ഡോക്ടറോട് ഈ ആശുപത്രി കാണാൻ വന്ന വ്യക്തി ചോദിച്ചു, ഇതെന്താ ഈ ചെറുപ്പക്കാരൻ ഈ സെല്ലിനുള്ളിൽ കിടന്നുകൊണ്ട് ഞാനിപ്പോൾ ചാകുമെന്നും പറഞ്ഞ് കരയുന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെന്തു പറയാൻ, ഒരു കഥയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ്റെ കഥ ചുരുക്കി പറഞ്ഞു. അതിങ്ങനെയാണ്. അതായത് ഈ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ആഗ്രഹമായിരുന്നു അവളെ കല്യാണം കഴിക്കണം. എന്നാൽ ഒരു കുറച്ച് നാളുകളുടെ സ്നേഹമൊക്കെ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി വളരെ നൈസായിട്ട് ഇവനെ തേച്ചു, അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, തേച്ചൊട്ടിച്ചു. അവനെ പറ്റിച്ച് കടന്നുപോയി. എന്നിട്ട് വേറെ ഒരുത്തിനെ കല്യാണം കഴിച്ചു. ഇത് ഈ ചെറുപ്പക്കാരന് താങ്ങാൻ പറ്റിയില്ല. അന്ന് മുതൽ ഇവൻ പറയുന്ന കാര്യം, ഞാനിപ്പോൾ ചാകും, ചത്താ മതി. ഇവൻ ആകപ്പാടെ ഭ്രാന്തായിട്ട് മാറി. ഒരു ചെറുപ്പക്കാരൻ്റെ സങ്കടമല്ലേ, അല്ലേ? അപ്പോൾ സ്നേഹം കിട്ടാതെ വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ചത്തുപോയി, ഞാൻ ചത്താ മതി. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് ഇവർ മുമ്പോട്ട് നീങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ അടുത്തൊരു സെല്ലിൽ നിന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ ഒച്ചത്തിൽ ഭ്രാന്തമായി ആക്രോശിച്ചുകൊണ്ട് പറയുന്നു, ഞാനിപ്പോൾ കൊല്ലും. ഒരുത്തൻ പറഞ്ഞ എന്താ, ഞാനിപ്പോൾ ചാകും, ചത്താ മതി. ഇവൻ പറയണത് ഞാനിപ്പോൾ കൊല്ലും.
അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു, ഡോക്ടറെ ഇതെന്താ ഇങ്ങനെ ഒരുത്തൻ, ഇവൻ വേറൊരു വെറൈറ്റി ആണല്ലോ, ഇവൻ എന്താ എല്ലാവരെയും കൊല്ലും എന്ന് പറയണേ? ഓ അതെന്ത് പറയാനാ, അത് വേറൊരു കഥയാണ്. അപ്പോൾ ഡോക്ടറോട് ഇവൻ ചോദിച്ചു, അതെന്ത് കഥയാണ്? ആ കഥയാണ് അറിയേണ്ടത്. അതായത് ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയാവോ? നമ്മൾ അല്പം മുമ്പ് കണ്ട ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി തേച്ചിട്ട് പോയല്ലോ, ആ പെണ്ണിനെയാണ് അവൻ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച അന്ന് മുതൽ ഇവൻ എന്തായി? ഇവന് ഭ്രാന്തായി മാറി. ഇവൻ പറയണത് ഞാനിപ്പോൾ കൊല്ലും എന്നുള്ളതാണ്. ഇവൻ കല്യാണം കഴിച്ചവൻ, മറ്റത് നഷ്ടപ്പെട്ടു പോയവൻ. ഒരുത്തൻ പറയുന്നത് ഞാൻ ചത്താൽ മതി, മറ്റൊരുവൻ പറയുന്നത് ഞാൻ കൊന്നാൽ മതി. ഇതൊരു കഥയായിട്ട് കേട്ടാൽ മതി, പക്ഷേ ചില കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ക്രമരഹിതമായിട്ടുള്ള സ്നേഹങ്ങൾ ഭ്രാന്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ക്രമരഹിതമായ സ്നേഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്നേഹബന്ധങ്ങളെയും ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നൊരു കാര്യം എന്താണ്? ക്രമരഹിതമായ സ്നേഹബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും അസ്വസ്ഥതയിലാണ് അവശേഷിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് യഥാർത്ഥ സ്നേഹം അതെവിടെയാണ് എന്നുള്ളത്. കാരണം നോമ്പ് കാലഘട്ടം സ്നേഹത്തിൽ വളരാനുള്ള കാലഘട്ടമാണല്ലോ. ആ സ്നേഹത്തിൽ നമുക്ക് വളരണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ചിലരൊക്കെ പറയുന്നൊരു കാര്യം, ഉള്ളിൽ സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കുകയില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഭർത്താക്കന്മാർ, ചില കുടുംബങ്ങളിലെ പുരുഷന്മാർ, കൗൺസിലിംഗ് സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല, മറിച്ച് ചില പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവാണ്, സീരിയസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ, ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ചിരിക്കത്തൊന്നുമില്ല. ആ കുട്ടികളെ ഒന്ന് വിളിച്ച് തലോടാൻ, സ്നേഹിക്കാൻ, അവരെ സ്നേഹത്തിൽ ഒന്ന് ചേർത്ത് നിർത്താൻ ഭർത്താവിന് തയ്യാറാവുന്നില്ല. അപ്പം ഞാൻ ഈ ഭർത്താവിനോട് ചിലപ്പോഴൊക്കെ സംസാരിച്ച അവസരത്തിൽ ഞാൻ ചോദിച്ചു, സഹോദരൻ അവരെയൊക്കെ ഒന്ന് സ്നേഹിച്ചുകൂടെ? ആ ഭാര്യയെ ഒന്ന് സ്നേഹിച്ചുകൂടെ? ഒന്ന് അംഗീകരിച്ചുകൂടെ? അച്ഛൻ എന്താ ഈ പറയുന്നത്? എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലാണ്. ചിലർ പറയല്ലേ, എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലാണ്, ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ കൃത്യമായിട്ട് ഇത് ശരിയാണ് എൻ്റെ ഭർത്താവിനെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ അപ്പനെക്കുറിച്ച് ഒക്കെ ഇത് ശരിയാണെന്ന് ചിലരൊക്കെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെയൊക്കെ അനേകരുടെ ഉള്ളിലുള്ള ഒരു സ്വഭാവ രീതിയാണ്. എൻ്റെ ഉള്ളിലാണ് സ്നേഹം, ഞാൻ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഓർക്കുക, പ്രകടിപ്പിക്കാത്ത സ്നേഹം ചത്ത സ്നേഹമാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ചത്ത സ്നേഹമാണ്. സ്നേഹമാണെങ്കിൽ അത് ഉള്ളിൽ നിന്ന് ഒഴുകണം, അത് മറ്റുള്ളവരിലേക്ക് ഒഴുകണം. എങ്കിൽ മാത്രമേ സ്നേഹം സ്നേഹമാവുകയുള്ളൂ. അവിടെയാണ് അവിടെ ചത്ത് കിടക്കുന്നത്. അല്ല, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഒരു നദി അത് ഒഴുകുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറും, നന്മയായിട്ട് മാറും, നദിയായി മാറുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്ത് സംഭവിക്കും? അസ്വസ്ഥതയും അശുദ്ധിയും വരും. അപ്പോൾ ഹൃദയത്തിൽ സ്നേഹമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരാവട്ടെ, ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ശ്രദ്ധിക്കണം, നിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അത് ഉള്ളിൽ കൊണ്ട് നടക്കാനല്ല, പുറമേക്ക് അത് ഒഴുകപ്പെടണം. അപ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുമ്പോഴാണ് കുടുംബത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ എൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലാണെന്നും പറഞ്ഞ് പൊതിഞ്ഞു പിടിച്ചാൽ അത് അസ്വസ്ഥതകൾക്ക് കാരണമായി തീരും. പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ ഈ സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. പരസ്പരം ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ഉമ്മ വയ്ക്കാൻ, പരസ്പരം കൈ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് തലോടാൻ, അങ്ങനെ തുടങ്ങി ശാരീരികമായൊരു സ്പർശനത്തെക്കാളും ഉപരിയായി നിന്റെ സാന്നിധ്യം പോലും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായി മാറാം. ഞാൻ ഈ സങ്കടകരമായി ഒരു അനുഭവം കഴിഞ്ഞ നാളിൽ, ഒരു പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് ഡിപ്രഷൻ, അസ്വസ്ഥത, പല കാര്യങ്ങൾ, മാനസിക ദുഃഖം. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിസിൻ എടുക്കാൻ തുടങ്ങി. ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച അവസരത്തിൽ ഞാൻ ഇവളെ കണ്ട് വ്യക്തിപരമായി ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൾ ഏങ്ങി പറഞ്ഞൊരു കാര്യം, ചെറുപ്പകാലം മുതൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ എന്നെ ഒന്ന് സ്പർശിക്കണമെന്നുള്ളതാണ്. എൻ്റെ അപ്പൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഈ പെൺകുട്ടി ഏങ്ങിക്കരയുകയാണ്. എന്നിട്ട് ഇവള് പറയാം, ഇന്ന് ഞാൻ കടന്നു പോകുന്ന അനുഭവം,
ഇന്ന് ഞാൻ വളർന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ അത് വല്ലാത്തൊരു സങ്കടമായി അവശേഷിക്കുന്നു. എൻ്റെ അപ്പൻ ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ ചിരിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഞങ്ങളോട് യാതൊരു തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളുമില്ല. പലപ്പോഴും വലിയ ആഗ്രഹത്തോടുകൂടെ ജോലി കഴിഞ്ഞ് എൻ്റെ അപ്പൻ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ വലിയ ആഗ്രഹത്തോടുകൂടെ അപ്പായും ഡാഡി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ, ഓ ഇപ്പോൾ ഒന്നും കെട്ടിപ്പിടിക്കണ്ട, മാറി നിൽക്കെന്നും പറഞ്ഞ് എന്നെ ഓടിച്ചു വിടും. അച്ഛാ, പിന്നീട് വളർന്നു വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ അതൊരു ദുഃഖമായിട്ട് മാറി. ഇന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ ഡിസോർഡർ അങ്ങനെയാണ് രൂപപ്പെട്ടത്. ഞാനിത് പറഞ്ഞു വരുന്നത്, ജീവിത ബന്ധങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ ശക്തമായ ഒരു മനോഭാവത്തെ ഓർമ്മപ്പെടുത്താനാണ്. സ്നേഹം അത് ഉള്ളിൽ മാത്രം കൊണ്ടു നടക്കാനുള്ളതല്ല, മറിച്ച് കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം മറ്റുള്ളവർക്ക് കൈമാറാനുള്ളതാണ്. ഒരു നദി ഒഴുകുന്നത് പോലെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകട്ടെ. അത് വറ്റാത്ത ഒരു ഉറവയായി അത് ജീവിതത്തിൽ അഭിഷേകമായി മാറും. ഇത് മനസ്സിലാക്കുവാൻ ഈ വചന ശുശ്രൂഷ നിന്നെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം, നമുക്കൊക്കെ വളരെ പരിചിതമായ തിരുവചന ഭാഗം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റു നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇതാ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവജലത്തിൻ്റെ അരുവി, ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം ഒരു നദി പോലെ ഒഴുകപ്പെടണം. അതിന് നിന്റെ ഉള്ളിൽ എന്തു വേണം? ഒരു ഉറവ വേണം. ഇല്ലാത്തത് എങ്ങനെ കൊടുക്കും? ഈ സ്നേഹം ഉള്ളിൽ വേണ്ടേ? പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നു, നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് നദിയാവാൻ ആഗ്രഹമുണ്ട്, അത് പറ്റാത്തൊരവസ്ഥയാണോ? സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ദാ യേശു നിന്നെ എന്നെയും ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്ഷണിക്കുകയാണ്. നമുക്ക് സ്നേഹത്തിൽ വളരാം. ജീവജലത്തിൻ്റെ ഉറവ എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ ഇതാ യേശു നൽകാൻ ആഗ്രഹിക്കുന്നു. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയുന്തോറും സംഭവിക്കുന്നൊരു കാര്യം, ഒരു ഉറവ തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടുകയാണ്. പിന്നെ നമ്മൾ വെള്ളം അന്വേഷിച്ച് പോകേണ്ടതില്ല, മറിച്ച് ഒരു ഉറവ തന്നെ ഇതാ നിൻ്റെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു അത്ഭുതകരമായ കാര്യമാണ്. ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അഭിഷേകമാണ്. യേശുവിനെ അറിയുന്തോറും യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഉള്ളിൽ നൽകുന്നത് ഈ സ്നേഹം വറ്റാത്ത സ്നേഹമാണ്, വറ്റാത്ത സ്നേഹം. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന സമരിയാക്കാരി, എന്താ അവളുടെ സങ്കടം? അവളുടെ സങ്കടം എന്നുള്ളത് ഈ സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹമാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം കാരണം ആ സ്ത്രീ 4-5 വരുന്ന പുരുഷന്മാരോടുള്ള ബന്ധം അവൾക്കുണ്ട്. 4-ാം അധ്യായം നമ്മുടെ മുമ്പിൽ ഇതാ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 16-ാം തിരുവചനം, സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 16. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അപ്പോൾ 5 ഉണ്ട്, ഇപ്പോൾ വേറെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സ്ത്രീയുടെ ഉള്ളിലുള്ളത്? ഈ സ്ത്രീയുടെ ഉള്ളിൽ സ്നേഹത്തിനു വേണ്ടിയുള്ള വലിയൊരു ദാഹമുണ്ട്. അതിങ്ങനെ നമ്പർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദാഹമില്ലേ? സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹം, അംഗീകരിക്കപ്പെടാനുള്ള ദാഹം. പ്രിയപ്പെട്ടവരെ, ചുറ്റുവട്ടത്തുള്ള വ്യക്തികൾ വഴി നമുക്കൊരിക്കലും നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റില്ല. ഇത് സത്യമായ കാര്യം. നമ്മൾ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്താണ്, ഈ വ്യക്തിക്ക് എന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റും, എന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും, ഭർത്താവ് ഭാര്യയിൽ നിന്നൊന്നും ചിലപ്പോൾ പ്രണയിക്കുന്നവർക്ക് തോന്നും, ദാ എനിക്കിഷ്ടപ്പെട്ട പുരുഷൻ, എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി, ഇവൾക്ക് മാത്രമേ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റൂ, ഇവൾക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റൂ. യാഥാർത്ഥ്യത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ?
നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്ന മനുഷ്യരെല്ലാവരും തന്നെ അപൂർണരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവർക്കാർക്കും നമ്മളെ തൃപ്തിപ്പെടുത്താനാവില്ല. നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തെ ശമിപ്പിക്കാനാവില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇതാ യേശു സമരിയാക്കാരി സ്ത്രീയുടെ അവളുടെ ഉള്ളിലുള്ള ആ ദാഹത്തെ കണ്ടിട്ട് യേശു പറഞ്ഞു, നീ ഇനി ഈ ജലം അന്വേഷിച്ച്, ഈ സ്നേഹം അന്വേഷിച്ച് നടക്കേണ്ടതില്ല. സ്നേഹത്തിൻ്റെ ഒരു ഉറവ നിന്റെ ഉള്ളിലേക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശു നമ്മുടെ ഉള്ളിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്നേഹത്തിൻ്റെ വലിയ ഒരു ഉറവ. നോവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നോവ് ഏറ്റെടുക്കാനുള്ള സമയമെന്ന് നോമ്പിനെ കുറിച്ച് വിശേഷിക്കുമ്പോൾ ഇതാ ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ത്യാഗം, നോവ് ഏറ്റെടുത്ത് സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. സ്നേഹത്തെക്കുറിച്ചുള്ള നിർവചനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ തുടക്കത്തിൽ. എന്നാൽ ഞാൻ ഇന്നോളം കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്നേഹത്തിനുള്ള നിർവചനം അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് യോഹന്നാനിൽ നിന്നാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. 1 John chapter 4 verse 8 വചനം പറയുന്നു, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ദാ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിർവചനം, ദൈവം സ്നേഹമാണ്. ആ ദൈവം നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഒരുങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഈ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിച്ചു വളരാനുള്ള വലിയൊരു ആഗ്രഹമാണ്. യേശുവിന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. യേശു നിന്റെ ഉള്ളിൽ അതാ ഒരു ഉറവയായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം തുറന്നാൽ യേശു നിന്റെ ഉള്ളിൽ കടന്നു വരും. അതായത് യേശുവിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒറ്റ കാര്യം നീ ഓർക്കണം. നിന്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ, അത് നിന്റെ പ്രിയപ്പെട്ടവർ, സ്നേഹിക്കുന്നവർ, നിന്റെ കൂട്ടുകാർ, നാട്ടുകാർ, അങ്ങനെയൊക്കെ അവരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നത് നിനക്കുള്ളതിനെയാണ്, അല്ലേ? അതെ, നിന്റെ സൗന്ദര്യത്തെ, നിന്റെ അധികാരത്തെ, നിന്റെ പണത്തെ, നിന്റെ ബന്ധങ്ങളെ, നിന്റെ കുടുംബ പാരമ്പര്യത്തെ, നിന്റെ സ്ഥാനമാനങ്ങളെയാണ് അവരെല്ലാവരും സ്നേഹിക്കുന്നത്. അത് ശരിയാണ്. എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നത് അത് നിന്നെയാണ്, നിനക്കുള്ളതിനെയല്ല. നിനക്കുണ്ട് എന്ന് നീ കരുതുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഒരുപക്ഷെ ദാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളിൽ ജീവിതത്തിൽ പ്രായം കുറേ കടന്നുപോയി, ഒന്നും നേടാനായില്ലല്ലോ, എനിക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ, ഞാനൊരു പരാജയമാണല്ലോ, ഞാൻ തകർന്ന വ്യക്തിയാണല്ലോ എന്നിങ്ങനെ ഒരു ചിന്തയുണ്ടോ? സാരമില്ല, നിന്നെ ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ പരാജയങ്ങളുടെ നടുവിൽ, അസ്വസ്ഥതകളുടെ നടുവിൽ ഇനി എനിക്കൊന്നുമില്ല, സകലതും നഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ തിരിച്ചറിവിൽ നിന്നിൽ യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. യേശു കടന്നു വരുന്നത് നീ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കാനാണ്, അല്ലാതെ നിനക്കുള്ളതിനെ സ്നേഹിക്കാനല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല ബന്ധങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാണെന്നറിയാവോ? അവരൊക്കെ നമുക്കുള്ളതിനെ ചിലതിനെയൊക്കെ സ്നേഹിച്ചു, അല്ലേ? കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ആ നഷ്ടപ്പെട്ടപ്പോൾ ആ ബന്ധങ്ങളും അവസാനിച്ചു. നമ്മൾ എന്തു പഠിച്ചു? നമ്മൾ പഠിക്കേണ്ടത് ഒരിക്കലും വറ്റാത്ത സ്നേഹം നൽകുന്ന ഒരുവൻ ഈ ഭൂമിയിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചിന്തയിൽ നോവ് സ്നേഹമായി ഏറ്റെടുത്ത ക്രിസ്തുവിനെ നമ്മൾ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയാണ്. കാരണം നീ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങളുടെ അവസരങ്ങളിൽ ദൈവമേ നീ എവിടെ എന്ന് നീ ചോദിക്കുമ്പോൾ പിതാവായ ദൈവം ചൂണ്ടിക്കാണിച്ചു തരുന്ന ചിത്രം കുരിശിൽ കിടക്കുന്ന യേശുവിനെയാണ്. കുരിശിൽ കിടക്കുന്ന യേശു, അല്ലേ? ആ കുരിശിൽ വിരിച്ച കൈവിരലുകൾ നിന്റെ നേരെ നീട്ടിക്കൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ദാ ഇതാണ് യഥാർത്ഥ സ്നേഹം. സഹിക്കുന്നതിലാണ് സ്നേഹം. സഹിക്കുന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരിയേറെ ത്യാഗസഹനങ്ങളിലൂടെ, ഒരുപക്ഷെ മറ്റാരോടും പോലും പറയാൻ പറ്റാത്ത വണ്ണം
ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടങ്ങളുടെ പെരുമഴയുമായി ജീവിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, നിന്റെ സങ്കടം ഈശോയ്ക്കറിയാം. കുരിശിൽ കിടക്കുന്ന ഈശോ ആ കുരിശിൻ്റെ സഹന വഴികളിൽ നിന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം, എനിക്ക് നിന്നോട് ഇത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളതാണ്. എത്രമേൽ? കുരിശോളം, മരണത്തോളം നിന്റെ മേൽ സ്നേഹമുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഈ നോമ്പിൻ്റെ ത്യാഗങ്ങളൊക്കെ ഈ സ്നേഹത്തിൽ വളരാൻ, ഏത് സ്നേഹത്തിൽ? കുരിശോളമുള്ള സഹനത്തിൻ്റെ സ്നേഹത്തിൽ വളരാനുള്ള ഒരു കാലഘട്ടമാണ്. പലതും മാറ്റിവെക്കുന്നതിലല്ല, മറിച്ച് സ്നേഹത്തിൽ വളരുന്നതിലാണ് ഈ നോമ്പ് കാലഘട്ടം ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? അനുദിന ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും സ്നേഹത്തിൽ വളരാനുള്ള തീരുമാനം, സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള തീരുമാനം. എൻ്റെ ഉള്ളിൽ സ്നേഹമില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ നീ ചോദിക്ക്, ഈശോ നിനക്ക് നിറച്ച് അളന്ന് തരും. ഈശോയുടെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാം, ആ സ്നേഹത്തിൽ വളരാം. നോമ്പെന്നുള്ളത് നോവും അൻപും ചേർന്നതാണ്. നോവ് സ്നേഹമായി വളരട്ടെ, അത് പടർന്ന് പന്തലിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഈ നോമ്പ് കാലഘട്ടം സ്നേഹത്തിൽ വളരാനുള്ള ഒരു കാലഘട്ടമായി മാറട്ടെ. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.